ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാർ അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതി പരാമർശം റദ്ദാക്കണമെന്നും SIT ആവശ്യപ്പെടും. CPM നേതാക്കളായ N. വാസു, A. പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിൽ പക്ഷേ സർക്കാരിന് എതിർപ്പുണ്ടായിട്ടില്ല. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ പരിഗണിക്കുക. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതി പരാമർശം നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിന്റെ മറപറ്റിയാണ് ജാമ്യം റദ്ദാക്കാനുള്ള SITയുടെ നീക്കം. N. വാസു, A. പത്മകുമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുമ്പോഴാണ് തന്ത്രിയെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള സർക്കാർ നടപടികൾ. തന്ത്രിക്ക് അനുകൂലമായി വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കുമെന്നാണ് SITയുടെ പക്ഷം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളില്ല. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കൂ. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ അടക്കം ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അതേസമയം ഗൂഢാലോചന നടന്നിട്ടില്ലെന്നുമായിരുന്നു കൊല്ലത്തെ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ. വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. അതേസമയം വിജിലൻസ് കോടതിയിൽ തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ SIT സംഘത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഹൈക്കോടതിയിൽ അപ്പീലുമായി എത്തിയ വേളയിൽ തന്ത്രിക്കെതിരെ തെളിവുകളുണ്ടെന്നാണ് SITയുടെ വിചിത്രമായ വാദം. ജനം, കൊച്ചി.